കർത്താവെ, അങ്ങയുടെ കൂടെ നടക്കുവാൻ ഞങ്ങളെ ഇത്രത്തോളം സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ കൂടെ നടക്കാതെ അകന്നു പോകുന്ന അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവെ, അത് റെക്ടിഫൈ ചെയ്യുവാൻ അങ്ങയുടെ സന്നിധിയിൽ പുതിയ തീരുമാനത്തോടെ പ്രതിഷ്ഠയോടെ അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ മഹത്വം കരയേറ്റുവാൻ അപ്പാ ഞങ്ങളെ സഹായിക്കണമെന്ന പ്രാർത്ഥനയോടെ ഒരു നിമിഷം കർത്താവിൻ്റെ മഹത്വം കരയേറ്റുവാൻ കഴിയുമോ? യേശു യേശു യേശുവാരിലും വലിയവൻ, യേശു യേശു യേശുവാരിലും മതിയായവൻ. ചേർന്നൊന്ന് പാടുവാൻ കഴിയുമോ? യേശു യേശു യേശുവാരിലും വലിയവൻ, യേശു യേശു യേശുവാരിലും മതിയായവൻ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായ്ക്കുന്നവൻ, നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായ്ക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനെന്നിൽ പകരുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനെന്നിൽ പകരുന്നവൻ, യേശു യേശു യേശുവാരിലും വലിയവൻ, യേശു യേശു യേശുവാരിലും മതിയായവൻ. കരങ്ങളെ ഒന്ന് സ്വർഗത്തേക്ക് ഉയർത്തി പാടുവാൻ കഴിയുമോ? യേശു യേശു യേശുവാരിലും വലിയവൻ, യേശു യേശു യേശുവാരിലും മതിയായവൻ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ച നമുക്കൊരു കീഴും അവനഖിലം. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ച നമുക്കൊരു കീഴും അവനഖിലം. കൃപയാരുളിടുമേ ബലമണിക്കുമേ, കൃപയാരുളിടുമേ ബലമണിക്കുമേ, മാറമധുരമായി മാറ്റിയിടുമേ, മാറമധുരമായി മാറ്റിയിടുമേ.
കഴിയുമോ? യേശു, യേശു, യേശുവാരിലും വലിയവൻ. യേശു, യേശു, യേശുവാരിലും മതിയായവൻ. യേശുവാരിലും മതിയായവൻ. Praise the Lord. നമ്മുടെ കർത്താവ് ആരിലും വലിയവനാണ്. ആമേൻ. ശ്രേഷ്ഠനായ കർത്താവിനെ ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. Praise the Lord. പ്രിയ മാണി പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന ഒരു വാക്കിൽ പ്രാർത്ഥിക്കും. ഞാൻ ആ സമയത്ത് ഒരു റിക്വസ്റ്റ് പറയുകയാണ്. എനിക്ക് ലഭിച്ച ഒരു റിക്വസ്റ്റ് ആണ്. എല്ലാ പ്രിയപ്പെട്ടവരും ഈ സെൻട്രൽ ഭാഗത്തോട്ടൊന്ന് വന്നിരുന്നാൽ, നമ്മൾ കുറച്ച് പേരെ ഉള്ളല്ലോ, അതൊരു അനുഗ്രഹമായിരിക്കും. സൂക്ഷിക്കുന്ന ദൈവദാസന്മാർക്കും ഒരു സന്തോഷമായിരിക്കും. സോ ഇഫ് യു ക്യാൻ പ്ലീസ് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തിലേക്ക് സഹോദരന്മാരും ഒരുമിച്ചൊന്ന് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ. ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്ക് അനുഗ്രഹമായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകലിലെ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ അക്സെപ്റ്റിംഗ് ദാറ്റ് റിക്വസ്റ്റ്. കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. ഇപ്പോൾ പ്രിയ മാണി പാസ്റ്റർ ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. വെള്ളിയാഴ്ചകളിലൊക്കെ നമ്മുടെ സഭകളിൽ ചിലയിടങ്ങളിലെങ്കിലും അല്പം ഉപവാസവും പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ. തിരക്കേറിയ നമ്മുടെ ഈ ജീവിതയാത്രയിൽ അല്പസമയം പ്രാർത്ഥനയ്ക്കായി നമ്മൾ ഒന്നിച്ച് കൂടുമ്പോൾ കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ മേൽ പകരാൻ ഇന്ന് പകൽക്കാലത്തെ മീറ്റിങ്ങിൽ ദൈവം തുടർന്ന് നമ്മോട് ശക്തമായി നമ്മുടെ ആത്മാവിനോട് സംസാരിപ്പാൻ നമുക്കൊരുമിച്ച് എല്ലാവരും തലകളെ വണക്കി പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പ്ലീസ് നമുക്കൊരുമിച്ച് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാം. അന്യഭാഷ പറയാൻ കഴിയുന്നവരൊക്കെ അന്യഭാഷയിൽ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിക്കാട്ടെ. വല്ലാത്ത ഈ കാലാവസ്ഥയിൽ, വല്ലാത്ത ഈ കാലഘട്ടത്തിൽ ഒരു വലിയ ദൈവകൃപ നമ്മുടെ മേൽ ദൈവം പകരുവാൻ, പുതിയ ശക്തി പകരാൻ, പുതിയ ആലോചനകൾ, ഹൃദയത്തെ തൊടുന്ന ദൈവശബ്ദങ്ങൾ ഇന്ന് രാവിലെ നമ്മോട് ഇടപെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ നല്ല രാവിലെ വേളയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഈ വെള്ളിയാഴ്ച ഈ രാവിലെ വേള അങ്ങയുടെ തിരുമുൻപാകെ അങ്ങയുടെ വചനത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ അടുത്തു വരികയാണ്. ഞങ്ങളെ ജീവിപ്പിക്കുന്ന, ഞങ്ങളെ ഒന്നുകൂടെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അബദ്ധവശങ്ങളെയൊക്കെ തിരുത്തുന്ന, ഞങ്ങളുടെ പോരായ്മകളെ കണ്ടുണരാൻ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പിശകുകളെ തിരിച്ചറിയാൻ, കർത്താവെ അങ്ങയോട് ചേർന്ന് നടക്കേണ്ട പോലെ നടക്കാൻ ഞങ്ങളെ അവിടുന്ന് തയ്യാറെടുപ്പിക്കുന്ന സമയമായി ഞങ്ങളത് കരുതുന്ന കർത്താവെ, ഇന്നലെ മുതൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ ഈ കോൺഫറൻസ് പ്രാർത്ഥിച്ചാരംഭിച്ച സമയം മുതൽ വ്യാപരിച്ചു തുടങ്ങിയതിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ആത്മാവിൻ്റെ വലിയ വ്യാപാര ശക്തി ഞങ്ങളുടെ മേൽ ഇന്ന് പകലും ദൈവം പകരണമേ. ആത്മാവിൽ ഞങ്ങൾക്ക് അങ്ങയോട് സംവാദം ചെയ്യുവാൻ, സംഭാഷിക്കുവാൻ, അങ്ങയുടെ തിരുശബ്ദം ഇൻഡിവിജ്വലായി ഞങ്ങൾക്ക് കേൾക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് പകൽവേളയിലെ എല്ലാ ശുശ്രൂഷകളെയും ഞങ്ങൾ നൽകി പ്രാർത്ഥിക്കുകയാണ്. വചനം പങ്കുവയ്ക്കുന്ന, പാട്ടുകൾ പാടി ആരാധന നയിക്കുന്ന അങ്ങനെ എല്ലാ സെഷനുകളും എല്ലാ വ്യക്തികളെയും പരിശുദ്ധ ആത്മാവിൻ്റെ ആ വലിയ കവറേജിൽ നിർത്തേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ മനസ്സ് മറ്റെങ്ങും പതറിപ്പോകാനിടവരാതെ അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ മനസ്സ് അങ്ങിലേക്ക് തന്നെ അടുപ്പിക്കണമേ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വചനങ്ങളുമായി ഞങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന അങ്ങയുടെ അഭിഷിക്തന്മാരെ അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നു. അത് അവരുടെ ശിരസ്സു മുതൽ പാദം വരെ ഞങ്ങൾക്കും കണ്ട് തൊട്ട് അറിയുന്ന ഒരു വലിയൊരു അഭിഷേകത്തിന്റെ, ഒരു മഹത്വത്തിന്റെ വ്യാപാരം അവരിലൂടെ ഞങ്ങളിലേക്ക് പകരണമേ കർത്താവേ. ഈ ആലയത്തെയും പരിസരത്തെയെല്ലാം കർത്താവ് നിയന്ത്രിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൂതസംഘം കാവലായിട്ടുള്ളതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു.
പരിശുദ്ധാത്മാവെ, തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെല്ലാം സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിന് മഹത്വം, സ്തോത്രം. നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ ദൈവസ്ഥനിൽ ഒരുമിച്ച് കടന്നു വരാൻ കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. പ്രാരംഭത്തിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം തോമസ്, and he is a pastor, Sharon Fellowship. He is pastoring at Sharon Fellowship Church in India. കർത്താവിൻ്റെ ദാസൻ മുന്നോട്ട് കടന്നു വന്ന് ഒരു ലഘു സന്ദേശം നമ്മോട് അറിയിക്കും. വളരെ പ്രാർത്ഥനയുടെ ദൈവസന്നിധിയിലായിരിക്കാം. And he is a Bible teacher and a pastor, so he will take the rest of the time. കർത്താവിൻ്റെ ധന്യമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ നോർത്ത് അമേരിക്കൻ ഫാമിലി കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ കർത്താവ് എനിക്ക് ഒരുക്കിയ സാവകാശത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മേവരും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതുപോലെ കഴിഞ്ഞ സന്ധ്യയെങ്കിൽ അനുഗ്രഹീതമായ നിലയിൽ കോൺഫറൻസ് പ്രാർത്ഥിച്ച് ദൈവവരങ്ങൾ സമർപ്പിപ്പാനും അനുഗ്രഹീതമായ കൂട്ടായ്മ നമുക്ക് ഒരുക്കപ്പെട്ടത് ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ മാനത്തിനും പുകഴ്ചയ്ക്കും കർത്താവ് മാത്രം യോഗ്യൻ. ഈ കോൺഫറൻസിൻ്റെ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കായും സ്തോത്രം ചെയ്യുന്നു. അവരെല്ലാം ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. ഇന്നീ പകലിലെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ശ്രേഷ്ഠന്മാരായ എല്ലാ അഭിഷക്തന്മാർക്കായും, പ്രത്യേകിച്ച് SFCNA പ്രസിഡന്റ്, പ്രിയ സെക്രട്ടറി, കൺവീനർ, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ഇൻ്റർനാഷണൽ സെക്രട്ടറി ആയിരിക്കുന്ന പ്രൊഫസർ ജോൺ തോമസ് അവറുകൾ, ഇന്നത്തെ മുഖ്യ അതിഥിയായിരിക്കുന്ന ജോ തോമസ് സാറ്, ഷാരോൺ ബൈബിൾ കോളേജ് തിരുവല്ലയുടെ മുൻ പ്രിൻസിപ്പളായിരിക്കുന്ന ജോൺ സാറ്, പ്രിയ ജോൺസൺ ദാനിയൽ പാസ്റ്റർ, പ്രിയ ബോസം കുരുവിള പാസ്റ്റർ, ഏറ്റവും അനുഗ്രഹീതരായ നിരവധി ദേവദാസന്മാരുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വർഷത്തെ കോൺഫറൻസിന് അനുഗ്രഹീതമായ ഒരു തീം, കർത്താവിൻ്റെ അഭിഷക്തന്മാരാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഒരുക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട തീം ലഭിക്കാനിടയായത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? കർത്താവിനോട് ചേർന്ന് നടക്കുവാനുള്ള ആഹ്വാനത്തോടെയാണ് കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ പൊതുയോഗം അവസാനിപ്പിച്ചത്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാകുന്നുവെന്ന് പൗലോസ്ലീഹ ഓർപ്പിക്കുന്നു. ദൈവമക്കൾ ദൈവത്തോട് ചേർന്ന് നടക്കണമെന്ന്, ദൈവത്തോടൊപ്പം നടക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. എന്നാൽ പിശാച് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദൈവാത്മാവിനാൽ നടത്തപ്പെടുവാനാണ് ഒരു ദൈവബദലിനെ കുറിച്ച് സ്വർഗം ആഗ്രഹിക്കുന്നത്. സാഹചര്യങ്ങൾ അല്ല നമ്മെ നടത്തേണ്ടത്, അനുഭവങ്ങളല്ല നമ്മെ നടത്തേണ്ടത്. നാം ആയിരിക്കുന്ന സാംസ്കാരികമായ പശ്ചാത്തലത്തിൻ്റെ സ്വാധീനത്തിലല്ല നാം നടത്തപ്പെടേണ്ടത്. ദൈവമക്കൾ നടത്തപ്പെടേണ്ടത് ദൈവാത്മാവിൻ്റെ ഗൈഡൻസിൽ, നിയോഗത്തിലായിരിക്കണമെന്ന് പൗലോസ്ലീഹ റോമാലേഖനത്തിൽ ഓർപ്പിക്കുന്നു. ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ആദിയിൽ മുതൽ മനുഷ്യനെ കുറിച്ച് സ്വർഗം ആഗ്രഹിച്ചു. വെയിലാറിയ സമയത്ത് ഏദൻ പർദീസയിൽ സ്വർഗം ഇറങ്ങി വന്നു. യഹോവയായ ദൈവം ഇറങ്ങി വന്ന് അവനോടൊപ്പം സമയം ചെലവഴിക്കുകയാണ്. എന്നാൽ ആ കൂട്ടിനെ, ആ ഫെലോഷിപ്പിനെ പിശാച് ഇല്ലാതാക്കി. എന്നാൽ തൻ്റെ പുത്രൻ്റെ കാൽവറി മരണത്തിലൂടെ ദൈവത്തോട് ചേർന്ന് നടപ്പാൻ കർത്താവ് നമുക്കൊരുക്കിയ ഭാഗ്യത്തെ ഓർത്ത് നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവാത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ജഡപ്രകാരം, ജഡത്തിൻ്റെ സ്വഭാവത്തിന്
ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിൽ തന്നെ ആ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ, ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ, ഇച്ഛകൾ, അത് നാം വേണ്ട എന്ന് വെക്കാതെ ദൈവത്തോട് ചേർന്ന് നടപ്പാൻ നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ദൈവാത്മാവിൻ്റെ ഗൈഡൻസോടെ പിശാച് കൊണ്ടുവരുന്ന ചിന്തകളെയും പ്രലോഭനങ്ങളെയും എല്ലാം അതിജീവിപ്പാൻ കർത്താവ് ദൈവമക്കളെ ഇടയാക്കുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിനോട് ചേർന്ന് നടക്കണമെങ്കിൽ കഴിഞ്ഞ രാത്രി നാം കേട്ടതുപോലെ ഹാനോക്കിനെ കുറിച്ച് നമുക്ക് കേൾക്കാനിടയായി തീർന്നല്ലോ. ഇബ്രായ ലേഖന കർത്താവ് പറയുന്നത് താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് തനിക്ക് ദൈവത്താൽ സാക്ഷ്യം ലഭിച്ചു. ദൈവത്തെ പ്രസാദിപ്പിച്ച് മാത്രമേ, ദൈവഹിതത്തിൽ നടന്ന് മാത്രമേ ദൈവത്തോടൊപ്പം നടക്കാൻ കഴിയത്തുള്ളൂ. യേശു കർത്താവ് തന്നെ തിരുവായി മൊഴിഞ്ഞ് അരുളി ചെയ്ത ഒരു തിരുവചനം ഇങ്ങനെയുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 8:29 എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലാം ഇപ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവനെ ഒരു നാളും ഏകനായി വിട്ടിട്ടില്ല. ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത പുത്രൻ പിതാവിനോടൊപ്പം സഞ്ചരിച്ചതായി ആ തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നെ ഒരിക്കലും ഏകനായി വിട്ടിട്ടില്ല, ഞാൻ പിതാവിന് പ്രസാദമുള്ളത് ഒരിക്കലല്ല എപ്പോഴും ചെയ്യുന്നത് കൊണ്ട്. ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിപ്പാൻ ഹാനോക്കിന് ദൈവം ഇടയാക്കിയെങ്കിൽ യേശു കർത്താവിനാൽ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ ദൈവം ഒരിക്കൽ ഭാഗ്യത്തിനായി ഒരിക്കൽ കൂടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ നമുക്കൊരു തീരുമാനത്തോടെയാണ് ഈ കോൺഫറൻസ് കഴിഞ്ഞ് പോകേണ്ടത്. എബ്രായ ബാലന്മാരുടെ ചരിത്രം ഞാൻ കഴിഞ്ഞ സന്ധ്യയിൽ വായിക്കാനിടയായി. നമുക്ക് ഏവർക്കും അറിയാവുന്ന ചരിത്രമാണ്. ബാബിലോണിൽ പ്രവാസത്തിലായിരുന്നപ്പോൾ അവർക്ക് ഒത്തിരി പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ദാനിയേലും തൻ്റെ സഹോദരന്മാരും സ്നേഹിതരും എടുത്ത തീരുമാനം രാജാവിൻ്റെ ഭോജനം കൊണ്ടും താൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തങ്ങളെ തന്നെ അശുദ്ധമാക്കയില്ല എന്ന് അവർ തീരുമാനിച്ചു. അതിൻ്റെ ഫലമായി അവർക്ക് ഒത്തിരി പിശാച് ഒരിക്കൽ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. എബ്രായ ബാലന്മാരായ ശദ്രക്കും മേശക്ക് അബേദ്നെഗോവും അവർ നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി അവരുടെ ആരാധനയ്ക്കെതിരെ ശത്രു ഉയർത്തുവാനിടയായി തീർന്നു. ദുരാസമഭൂമിയിൽ നെബൂഖദ്നേസർ രാജാവ് 60 മുഴം ഉയരമുള്ള 6 മുഴം വണ്ണമുള്ള ഒരു പൊൻവിഗ്രഹത്തെ നിർത്തിയിട്ട് പറയുക, സകല ദേശാധിപന്മാരെയും പ്രധാന ദേശാധിപതികളെയും മന്ത്രിമാരെയും ഭണ്ഡാര വിചാരന്മാരെയും നഗരാധിപന്മാരെയും എല്ലാം വിളിച്ച് കാഹളം, കുഴൽ, തമ്പുരു, വീണ, നാദം കേൾക്കുമ്പോൾ സകലരും രാജാവ് നിർത്തിയ ബിംബത്തെ ആരാധിക്കണം, നമസ്കരിക്കണം. എന്താണ് സംഭവിച്ചത്? കൽദയർ ഇവരെ നോക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തോടൊപ്പം നടക്കുന്ന, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി നിൽക്കുന്ന, കൽദയ സംസ്കാരത്തിൽ അകന്നു മാറി നിൽക്കുന്ന ഈ ദൈവ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക. അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു, രാജാവ് നിർത്തിയ ബിംബത്തെ ഇവർ ആരാധിക്കുന്നില്ല, ഇവർ നമസ്കരിക്കുന്നില്ല. അവർ രാജാവിനോട് എന്ന് പറയുക, ഈ എബ്രായ ബാലന്മാർ നമ്മുടെ ദേവന്മാരെയോ രാജാവ് ഉണ്ടാക്കിയ വിഗ്രഹത്തെയോ നമസ്കരിക്കുന്നില്ല.
രാജാവിനെ വിളിപ്പിക്കുക. രാജാവ് വിളിപ്പിച്ച് കാര്യം അന്വേഷിക്കുമ്പോൾ പറയുകയാണ്, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിക്കുമെങ്കിൽ രാജാവിന്റെ കയ്യിൽ നിന്നും തീച്ചൂളയിൽ ഞങ്ങളെ വിടുവിക്കും. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും രാജാവിന്റെ ദേവന്മാരെയോ രാജാവ് നിർത്തിയോ ബിംബത്തെയോ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. നമുക്കറിയാം ചരിത്രം. അവർ രാജാവിന്റെ വാക്കനുസരിച്ചില്ല. ചൂളയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിച്ചു. രാജാവിന്റെ ഭൃത്യന്മാർ ചന്ദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെയും അവരെ തൂക്കിയെടുത്ത് 7 മടങ്ങ് വർദ്ധിപ്പിച്ച തീച്ചൂളിൽ എറിയുക. തീയുടെ കാഠിന്യം കൊണ്ട് എറിഞ്ഞവർ വെന്തുപോകാനിടയായി. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ രാജാവ് ഭയപരവശനായി. രാജാവ് കാണുകയാണ്, 3 പേരെയല്ലോ നമ്മൾ തീയിലിട്ടത്, ഇതാ 4 പേർ തീയുടെ നടുവിൽ കൂടെ കെട്ടഴിഞ്ഞു നടക്കുന്നു. അവർക്ക് യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല, തീയുടെ മണം പോലും ഏറ്റിട്ടില്ല. പ്രിയ ദൈവമക്കളെ, ദൈവത്തോടൊപ്പം നടന്നാൽ ഏത് തീയുടെ അനുഭവത്തിന്റെ നടുവിലും, ഇന്നലകളിൽ നിന്നോടൊപ്പം നടന്ന ദൈവം തീയുടെ നടുവിൽ 4-മനായി ഇറങ്ങി വന്ന് തീയിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അകത്തളങ്ങളിൽ ബോധ്യമുള്ള ദൈവമക്കൾ കാര്യങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രോഗത്തിന്റെ തീയാകട്ടെ, പ്രതികൂലത്തിന്റെ തീയാകട്ടെ, ഏത് പ്രതിസന്ധിയുടെ വെല്ലുവിളിയുടെ തീയാകട്ടെ, അതിന്റെ നടുവിൽ, തീയുടെ നടുവിൽ ഇറങ്ങി വന്ന് ശത്രു കെട്ടിയ കെട്ടുകളെ പൊളിച്ചുകൊണ്ട് അഴിച്ചുകൊണ്ട് തീയുടെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ നമ്മോടൊപ്പം നടക്കുന്ന ഒരു കർത്താവിനെ ആരാധിപ്പാൻ ഭാഗ്യം ലഭിച്ചതോർത്ത് നമ്മുടെ കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വർപ്പിക്കാം. ഏത് പ്രതിസന്ധിയിലും നമ്മോടൊപ്പം നടക്കുന്ന ഒരു കർത്താവ്, അവനോട് ചേർന്ന് നടക്കുന്നവരെ ഹല്ലേലൂയ തീയുടെ നടുവിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന, ശത്രു കെട്ടിയ കെട്ടുകളെ അഴിക്കുന്ന ഒരു കർത്താവ് നമുക്കായി ജീവിക്കുന്നത് ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ദൈവത്തോടൊപ്പം നടക്കണമെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കണം. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. We need to have a holy life to walk with God. ഞാൻ വാക്കുകൾക്ക് വേഗം വിരാമം കുറിക്കും. എനിക്ക് നൽകിയ സമയത്തിനുള്ളിൽ കർത്താവിന്റെ അത്താഴ സമയത്ത് ശിഷ്യന്മാരുമായി അത്താഴത്തിങ്കൽ കർത്താവ് അത്താഴത്ത് എഴുന്നേറ്റ് വന്ന് വസ്ത്രം മാറി തുവർത്തുടുത്തു. അതിനുശേഷം പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരെ ഓരോരുത്തരായി വിളിച്ച് അവരുടെ കാല് കഴുകുക. ഓരോരുത്തരുടെ കാല് കഴുകുമ്പോൾ പത്രോസിന്റെ ടേൺ വന്നപ്പോൾ പത്രോസ് പറയുക, എന്റെ കാല് കഴുകാനോ? ഒരു നാളും അരുത് ഗുരു. കർത്താവ് പത്രോസിനോട് പറഞ്ഞ മറുപടി, ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നീയുമായി എനിക്ക് ബന്ധമില്ല. പത്രോസ്, ഇന്നലകളിൽ നിന്റെ പടക് നിറച്ച്, നിന്റെ പരാജയത്തിന്റെ അനുഭവങ്ങളിൽ പടക് നിറച്ച് മീൻ തന്നതാ, നിന്റെ വലയെ നിറച്ചതാ, നിന്റെ അമ്മായിമ്മയുടെ രോഗം സൗഖ്യമാക്കിയതാ, നീ എന്റെ അടുത്ത ശിഷ്യന്മാരിൽ ഒരുവനാ, അതൊക്കെ കാര്യം ശരിയാ. എന്നാൽ നിന്നെ കഴുകിയില്ലെങ്കിൽ നീയുമായിട്ട് ബന്ധമില്ല. ഏതെല്ലാം നന്മകൾ ഈ അമേരിക്കൻ ദേശത്ത് ദൈവം നൽകിയാലും, നാം ആയിരിക്കുന്ന ഇടങ്ങൾ ദൈവം ഏത് നന്മ നൽകിയാലും അതെല്ലാം കോംപ്ലിമെന്ററിയാ ദൈവമക്കളെ. ദൈവം നമ്മെ കഴുകിയില്ലെങ്കിൽ നാം ദൈവമായിട്ട് ബന്ധമില്ല. ബന്ധമില്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് നടക്കാൻ കഴിയത്തില്ല. ഇന്ന് പോൽക്കാലം കഴുകലിലൂടെ ഒരു ബന്ധത്തിലേക്ക് മടങ്ങി വരാൻ ചുടാതന ഹംദന
കർത്താവിനാൽ കഴുകൽ, രക്തത്താൽ കഴുകൽ പ്രാപിപ്പാൻ. പത്രോസ് പറയുക, അങ്ങനെയെങ്കിൽ എന്നെ മുഴുവനും കഴുകണം. കർത്താവ് പറഞ്ഞു, മുഴുവൻ കഴുകണ്ട, നമ്മളെല്ലാം മുഴുവൻ കഴുകൽപ്പെട്ടവരാ, എന്നാൽ നിന്റെ കാല് കഴുകണം. നമ്മുടെ ജീവിതം ഈ നാളുകളിൽ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ നമ്മെ ഒരുക്കുന്നതായി തീരട്ടെ. കാല് ജീവിതത്തെ കാണിക്കുന്ന, നടപ്പിനെ കാണിക്കുന്നതാ. ഹല്ലേലൂയ. കോൺഫറൻസിന്റെ തീം ദൈവത്തോട് ചേർന്ന് നടക്കുവാനുള്ള ആഹ്വാനമാണെങ്കിൽ അത് നാം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുക. കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി, കർത്താവിനാൽ കഴുകൽ പ്രാപിച്ചവരായി, കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മെ ഒരുക്കട്ടെ എന്നുള്ള ആഹ്വാനത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവസരമൊരുക്കിയ അഭിഷിക്തന്മാർക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതോ തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ, വീഴുന്നതോ തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ചേർന്ന് പാടുവാൻ കഴിയുമോ? ഓ പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. ഓ പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. അവൻ പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ.
ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. Praise the Lord. Hallelujah. കർത്താവിനോട് കൂടെ ചേർന്ന് നടന്നാൽ ഏത് തീച്ചുളയുടെ നടുവിലും അവൻ നമ്മെ വിടുവിക്കുന്നവൻ. അവിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. Praise the Lord. നമ്മുടെ കോൺഫറൻസിന്റെ മുഖ്യ പ്രാസംഗികനാണ് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോ തോമസ്. വളരെ ആദരപൂർവ്വം കർത്താവിന്റെ ദാസനെ മുന്നോട്ട് ക്ഷണിക്കുന്നു ഫോർ ദ തീം പ്രസന്റേഷൻ. തീം പ്രസന്റേഷന് വേണ്ടി കർത്താവിന്റെ ദാസനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം പാസ്റ്റർ ജോ തോമസ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കോൺഫറൻസിൽ വന്ന് സംബന്ധിക്കുവാനും കർത്താവിൻ്റെ വചനം നിങ്ങളോട് അറിയിപ്പാനുമായി എനിക്ക് ലഭിക്കുന്ന ഈ വിലപ്പെട്ട നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിൻ്റെ മഹത്വം കരയേറ്റുന്നു. ഈ സെഷൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പ്രിയ കർത്താവദാസൻ പാസ്റ്റർ സിബിൻ അലക്സ്, ഇവിടെ അനുഗ്രഹീത ഗാനങ്ങൾ ആലപിച്ച പ്രിയ പാസ്റ്റർ ബിൻ അലക്സ്, ഈ യോഗങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കർത്താവദാസന്മാർ പ്രിയ സ്റ്റീഫൻസൺ പാസ്റ്ററും ഡോക്ടർ ടിങ്കു തോംസൺ, പാസ്റ്റർ ജോൺ തോമസ്, മറ്റ് അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, ഈ വർഷത്തെ ഈ കോൺഫറൻസിന് ലഭിച്ചിട്ടുള്ള തിരഞ്ഞെടുത്ത തീം എന്ന് പറയുന്നത് ഇന്നലെ രാത്രി മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര ശക്തമായതും ആനുകാലികമായി പ്രസക്തിയുള്ള ഒരു തീമാണെന്ന് പറഞ്ഞ് അത് മുഴുവൻ അർത്ഥത്തിൽ പറയുവാൻ എൻ്റെ വാക്കുകൾക്ക് പരിമിതിയുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് തന്നെ ഈ ദൈവദാസന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്ത അനുഗ്രഹീതമായ ഒരു തീമാണ്, ഒരു വാക്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ വാക്യത്തിലൂടെ നമ്മളൊന്ന് ധ്യാനിക്കുന്ന സമയത്ത് കർത്താവേ എന്നോട് ഇടപെടണമേ എന്നൊരു പ്രാർത്ഥനയുള്ളവർ മാത്രം കൈകളെ ഒന്ന് ഉയർത്താമോ? വെറുതെ ആരും ഉയർത്തരുത്. കാരണം കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ നമ്മൾ ഒരുമിച്ച് ഈ ഒരു തീമിലൂടെ ദൈവം എന്നോടൊന്ന് സംസാരിക്കണം, എൻ്റെ കുടുംബത്തോടൊന്ന് ഇടപെടണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം, അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. 3-ാമത്തെ വാക്യമാണ് നമ്മുടെ കുറിവാക്യമെങ്കിലും 1-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചാലേ അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം വേണ്ടുവോളം മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഒന്ന് വായിക്കാം. 3-ാം അധ്യായം 1 മുതൽ. ഇംഗ്ലീഷ് പരിഭാഷയാണെങ്കിലും സാരമില്ല, മലയാളമാണെങ്കിലും വ്യത്യസ്തമായ ട്രാൻസ്ലേഷൻ ആണെങ്കിലും സാരമില്ല. എന്നാൽ എല്ലാവരും കൂടെ ഉറക്കെ നമുക്കൊന്ന് വായിക്കാമോ? 3-ന്റെ 1 മുതൽ. ഇസ്രായേൽ മക്കളെ, നിങ്ങളെക്കുറിച്ചും ഞാൻ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച സർവവംശത്തെക്കുറിച്ചും യഹോവ അരുളി ചെയ്തിരിക്കുന്ന ഈ വചനം കേൾപ്പീൻ. ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും. 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുവാൻ നടക്കുമോ? ഈ ഒരു പ്രവചന പുസ്തകം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ പ്രസംഗങ്ങൾ കേൾക്കാൻ വളരെ സാധ്യതകൾ കുറവുള്ള ഒരു പുസ്തകമാണ് ഈ ആമോസ് പ്രവാചകന്റെ പുസ്തകം. ഏകദേശം 750 BC-യിൽ വടക്കേ രാജ്യം 10 ഗോത്രങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഇസ്രായേൽ ജെറോബെയാം 2-ന്റെ നേതൃത്വത്തിൽ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, നല്ലതായിട്ട് രാഷ്ട്രീയ അന്തരീക്ഷം ഒക്കെ സെറ്റിലായിരിക്കുന്ന ഒരു സമയം. പ്രോസ്പെരിറ്റി, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി മാത്രമല്ല, പ്രോസ്പെരിറ്റി അതിൻ്റെ ഉച്ചകോടിയിൽ നിൽക്കുന്ന ഒരു സമയം. ഇനി ആരാധിക്കാൻ ഇടമുണ്ടോ? ബഥേലിലും ഗിൽഗാലിലും റിലീജിയോസിറ്റി അറ്റ് ഇറ്റ്സ് പീക്ക്. താഴോട്ട് നോക്കിയാൽ യഹൂദ 2 ട്രൈബ്സ് നോക്കിയാൽ അവിടെയും അസറിയായുടെ നേതൃത്വത്തിൽ ടെമ്പിളിൽ വർഷിപ്പ് നടക്കുന്നു. ഫോർട്ടിഫൈഡ് സിറ്റീസ്, ഉയർന്ന മതിലുകളും ഗേറ്റുകളും ഒക്കെയായി. ഒരുപക്ഷെ അവർക്ക് പറയാൻ സാക്ഷ്യമുള്ളത്
അയ്യോ, we were struggling in 931 BC. ശലോമോൻ മരിച്ച സമയത്ത് ഞങ്ങൾ ചിന്തിച്ചു, എന്തുവാകും? തമ്മിൽ അടിച്ച് ഞങ്ങൾ ഇല്ലാതാകുമോ? ശലോമോൻ മരണപ്പെട്ട് 10 ഗോത്രങ്ങൾ വടക്കും 2 താഴെയുമായപ്പോ ചിലരെങ്കിലും പറയും, we thought it's over. We are chosen for a purpose, but now it looks like we have become so inward, fighting with each other, we are gone. പക്ഷെ അടുത്ത തലമുറ പറയുന്നത്, no, our God is faithful. 10 ഗോത്രങ്ങളെ അവിടെ ദൈവം സൂക്ഷിക്കുന്നു. അവരവരുടെ റിലീജിയസ് എത്നിക് ഐഡന്റിറ്റിയിൽ അവർ പറയുന്നത്, we are not like Judah, we are blessed. താഴോട്ട് ചെല്ലണം, യഹൂദയിലുള്ളവർ പറയും, we are not like the north people, we have Jerusalem, we have Bethlehem, we are blessed. കോമ്പറ്റീഷൻ, ആരാ അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് കാണിക്കാൻ വേണ്ടി അവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ആ പ്രത്യേക കാലഘട്ടത്തിൽ ഒരു ദയയില്ലാത്ത, ഒരൽപ്പം പോലും സഹിഷ്ണുതയില്ലാത്ത പ്രവാചക ശബ്ദം. ആമോസ് പ്രവാചകൻ തുടങ്ങുന്നത് ഡമസ്കസിലുള്ളവരെ കുറിച്ച് പറഞ്ഞാണ്. 1-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ ദമശ്കേക്കിനെ കുറിച്ച്, ഡമസ്കസിനെ കുറിച്ച്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്കുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ പിന്മാറ്റത്തിലുള്ളവർ മടങ്ങി വരണമേ, യെസ് ഐ നോ. ചിലപ്പോൾ നമ്മൾ ചുറ്റും തിരിഞ്ഞു നോക്കും, ആ വന്നിട്ടുണ്ടോ, അദ്ദേഹം ഒന്ന് കേട്ടായിരുന്നേ, നല്ലതായിരുന്നു, അവരെക്കുറിച്ചാണ് ഈ പറയുന്നത്. കുഞ്ഞുങ്ങൾ തെറ്റിപ്പോയി, എന്ത് ചെയ്യുക, ഫാമിലി വന്നിട്ടുണ്ടോ? ആമോസ് പ്രവാചകൻ ശബ്ദം തുടങ്ങുന്നത് ഡമസ്കസ്, ദമശ്ക്. നോർത്തേൺ ട്രൈബിലുള്ളവരും സദേൺ ട്രൈബിലുള്ളവരും, യെസ്, സ്പീക്ക് ടു ദം. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളെപ്പോലല്ലവർ. ഞങ്ങൾക്ക് ന്യായപ്രമാണമുണ്ട്, അവർക്ക് ന്യായപ്രമാണമില്ല. ഞങ്ങൾക്ക് ബഥേലുണ്ട്, ഞങ്ങൾക്ക് ഗിൽഗാലുണ്ട്, ഞങ്ങൾക്ക് ജെറൂസലേം ടെമ്പിൾ ഉണ്ട്. ഡമസ്കസ് അടിക്കണം അവരെ. ആമോസ് പ്രവാചകൻ പറയുന്നത്, ഞാൻ അവരെ സന്ദർശിക്കാൻ പോകുന്നു, അഗ്നി അയക്കാൻ പോകുന്നു, ശിക്ഷ മടക്കിക്കളയുകയില്ല. അത് കേൾക്കുമ്പോഴേ ചിലപ്പോൾ നമ്മുടെ സ്പിരിച്വാലിറ്റി ഇരിക്കുന്നത് മറ്റുള്ളവരുടെ പണിഷ്മെന്റിനെ കുറിച്ച് കേൾക്കുമ്പോഴാണ് നമുക്ക് ഒരു വിറയിലും കൊടയിലും ഒക്കെ തോന്നും. എന്നിട്ട് ഡമസ്കസിൽ നിന്ന് അടുത്തതിലേക്ക് പോകുന്നത് ഗാസ. അപ്പോഴും അമസ്യ ബഥേലിൽ നിന്നുകൊണ്ട് പറയുകയായിരിക്കും, the priest, yes, we are in the temple, we are close to the presence of God. കൊടുക്കണം ഗസായിക്ക്. അത് കഴിഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുക, ആമോസേ, ഇനിയുണ്ട് പലരും, നമ്മളെപ്പോലല്ലാത്ത പലരും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. സുവിശേഷം കേട്ടിട്ട് പ്രതികരിക്കാത്തവരുണ്ട്. ഞങ്ങൾ 30 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എന്ത് വില കൊടുത്താ ഞങ്ങൾ ഇറങ്ങിയെന്നറിയാമോ? ദമസ്കോസുകാരെ നോക്ക്, ഗസാക്കാരെ നോക്ക്, ഇവർ സുവിശേഷത്തോട് പ്രതികരിക്കാത്തവരാ, അവരെ അടിക്കണം. പ്രവാചകൻ പിന്നെയും പറയുന്നു, അടിക്കും, തീ വരും, ദഹിപ്പിച്ചു കളയും, ഇല്ലാതാക്കും. എന്നിട്ട് പറയുക, സീദോനെ കുറിച്ച് പറയുകയാണ്. അപ്പൊ അമസ്യായും അസറിയായും, അമസ്യ വടക്ക് നിന്നും പുരോഹിതൻ, അസറിയ തെക്ക് നിന്നുള്ള പുരോഹിതന്മാരൊക്കെ തലകുലുക്കി കാണും. Wow, this is great. Our God lives. Our God is powerful. He punishes our enemies. Look at what is going to happen to Gaza. Look at what is going to happen to Tyre. Our God is sovereign and reigning. അത് കഴിഞ്ഞ് അവർ പിന്നെയും ശ്രദ്ധിക്കും, അടുത്ത ആരാ? ദമസ്കോസുകാർക്ക് കിട്ടി, ഗാസ കിട്ടി, ടയർ കിട്ടി. അടുത്ത അവർ നോക്കിയപ്പം ഏദോം, അടി വരുന്നു നിനക്ക്, നിന്നെ ദഹിപ്പിക്കും, നിന്നെ ചുട്ടുകളയും, നിന്നെ താഴെയിടും. ഇവിടെ ഗ്ലോറിയുടെ ശബ്ദം കൂടിക്കൊണ്ടിരിക്കുക. കാരണം യെസ്, ദിസ് ഇസ് വാട്ട് വി വാണ്ട് ടു സീ. വി ഹാവ് ദ ബൈബിൾ, വി വർഷിപ്പ്, വി ആർ ബിലീവേഴ്സ്. കിൽ എവരിബഡി അറൗണ്ട് us. വി വാണ്ട് ടു ലിവ്. അടുത്ത അവർ ശ്രദ്ധിക്കുക, അടുത്ത ആരാ? 5-ാമതായിട്ട് വരുന്നു. അടുത്തത് അമ്മോന്യർ. അടി വരുന്നുണ്ട് നിങ്ങൾക്ക്. ചാപ്റ്റർ
1 verse 13 onwards, അമ്മോന്യരെ നിങ്ങൾക്ക് എന്താ വരുന്നത്? അവിടെ ശ്രദ്ധിക്കണമേ, നിങ്ങളുടെ മതിലുകൾ ഞാൻ ശിക്ഷ മടക്കിക്കളയില്ല. ഞാൻ രബ്ബായുടെ മതിലിനകത്തൊരു തീ കത്തിക്കും. അത് യുദ്ധ ദിവസത്തിലെ ആർപ്പോടും പിശറുള്ള നാളിലെ കൊടുങ്കാറ്റോടും. ഇതൊക്കെ കേൾക്കുമ്പോഴേ ഇവിടെ ബഥേലിലും ഗിൽഗാലിലും യെരുശലേമിലും ഒക്കെ ഉണർവ. താങ്ക് ഗോഡ് വി ആർ നോട്ട് ലൈക്ക് ദം. ഞങ്ങൾ ദമസ്കസിലെ പോലല്ല, ഞങ്ങൾ ഗസായിലെ പോലല്ല, ഞങ്ങൾ ടയറിനെ പോലല്ല, ഞങ്ങൾ ഏദോമിനെ പോലല്ല, ഞങ്ങൾ അമോന്യരെ പോലല്ല. അടുത്തതായി മോവാബൂടെ കേട്ടപ്പോഴത്തേന് അവരുടെ മനസ്സിൽ 6 രാജ്യങ്ങളെ കുറിച്ച് പറയുക. ദൈവം അവരെ സന്ദർശിക്കാൻ പോവുകയാണ്. ദൈവം അവരെ പണിഷ് ചെയ്യാൻ പോവുക. യുവർ നെയ്ബേഴ്സ് ഹു ഡോണ്ട് ഫോളോ ദ ലോ, they are against you and the works of God. God is going to kill them, destroy them. And there is revival here in the tent in Bethel. There is revival in Gilgal and Jerusalem. People are crying out, yes, God, punish them. അപ്പോഴാണ് ഈ ആമോസ് തിരിയുന്നത്. 2-ന്റെ 4-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും താൻ തിരിയുന്നത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹൂദായുടെ ആ ശബ്ദം അങ്ങോട്ട് വന്നു കാണും. അപ്പോഴേ അമസ്യാവും അസറിയായും ഈ നോർത്തേൺ ട്രൈബിൽ വടക്കിലുള്ള 10 ഗോത്രങ്ങളും തെക്കുള്ള 2 ആൾക്കാരും, വെയിറ്റ് എ മിനിറ്റ്, ഇത്രയും നേരം കേട്ടത് നല്ലതായിരുന്നു. എല്ലാവരെയും അടിക്കാൻ പോകുന്നു, ന്യായപ്രമാണം ഇല്ലാത്തവരെ ദഹിപ്പിക്കാൻ പോകുന്നു, സ്നാനപ്പെടാത്തവരെ തള്ളിയിടാൻ പോകുന്നു, അന്യഭാഷ ഇല്ലാത്തവരെ ദൈവം സന്ദർശിക്കാൻ പോകുന്നു. ഞങ്ങളെ പ്രവാചകൻ പറയുക, യു ജൂഡ 3-4 അതിക്രമ നിമിത്തം അവർ യഹോവയുടെ ന്യായപ്രമാണം നിരസിച്ചു എന്ന് പറഞ്ഞിട്ട് 5-ാം വാക്യം, ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും. ഇത് കേട്ടപ്പോ ആൾക്കാർ പറയുക, ദിസ് ഇസ് നോട്ട് ഫെയർ. ഞങ്ങൾ എന്തിനാ പിന്നെ രക്ഷിക്കപ്പെട്ടത്? ഞങ്ങൾ എന്തിനാ പിന്നെ സ്നാനപ്പെട്ടത്? ഞങ്ങൾ എന്തിനാ വിശുദ്ധ ജനമെന്ന് പറഞ്ഞ് ജീവിക്കുന്നത്? ഞങ്ങളും മറ്റുള്ളവരും തമ്മിൽ ഒരു വ്യത്യാസം ന്യായവിധിയോടുള്ള ബന്ധത്തിൽ ഇല്ല എങ്കിൽ, ഞങ്ങളും ദമസ്കോസുകാരും ഒരുപോലാണെങ്കിൽ, ഞങ്ങളും ഏദോമ്യരും ഒരുപോലാണെങ്കിൽ, ഞങ്ങളും മോവാബരും ഒരുപോലാണെങ്കിൽ, ഞങ്ങളും അമോന്യരും ഒരുപോലാണെങ്കിൽ, then what is the point of following God? What is the point of worshiping God? അവർക്കൊരു mental dissonance വരിക. This is not fair. God, why us? Why us? Leave us. Spare us. We have your law. We have the presence of God. We have the places of worship. We honor you. We worship you. We are covenant people. അതാ അവർക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ യഹൂദ എന്ന് പറഞ്ഞപ്പം ഒരു പൂർണ്ണ സംഖ്യയായി. എത്ര രാജ്യങ്ങളായി? ഇപ്പോൾ 7 ദമസ്കോസ് തുടങ്ങി, ഗസ ആയി, സോരിനെ കുറിച്ച് പറഞ്ഞു, ഏദോമിനെ കുറിച്ച് പറഞ്ഞു, അമ്മോന്യർ പറഞ്ഞു, മോവാബ് പറഞ്ഞു, യഹൂദയായി, ഇസ്രായേൽ ഒരു ആശ്വാസമായി കഴിഞ്ഞു. സാധാരണ പഴയ നിയമത്തിൽ ഒരു 7 എന്ന് പറയുമ്പം തീർന്നു കാണും, ആ വരവ് തീർന്നു കാണും, ജൂഡയിൽ നിന്ന് കാണും. അപ്പോഴാ 2-ന്റെ 6 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ ആ വാക്ക് കേൾക്കുമ്പോഴേ, വാട്ട്, we are like Damascus, we are like Gaza, we are like Moab, we are like Edom. ഇസ്രായേലിന്റെ 3-4 എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരോട് പറയാത്ത രീതിയിൽ അതിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. മറ്റുള്ളവർക്ക് തീയിടുമെന്ന് പറഞ്ഞു, മറ്റുള്ളവരെ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. 2-ന്റെ 13 കറ്റ കയറ്റിയ വണ്ടി അമർത്തുന്നത് പോലെ ഞാൻ നിങ്ങളെ നിങ്ങൾ ഇരിക്കുന്നിടത്ത് അമർത്തിക്കളയുമെന്ന്. ഇതാരാ കേൾക്കുന്നത്? കവറൻ പീപ്പിൾ.
ഇതാരാ കേൾക്കുന്നത്? ബഥേൽ എന്ന് പേരുള്ളവർ. ഇതാരാ കേൾക്കുന്നത്? ഗിൽഗാൽ എന്ന് പേരുള്ളവർ. അവർ കേൾക്കുകയാ എങ്ങനെയാ കറ്റേ അമർത്തിക്കളയുന്നത് എന്ന് പറഞ്ഞ ഒരു ട്രേസ് ഇല്ലാതെ അരഞ്ഞു മാറുന്നത് പോലെ. ഗോഡ് ഈസ് ഗോയിങ് ടു കം അഗൈൻസ്റ്റ് യു. നമ്മുടെ തീം വേഴ്സ് എന്താണെന്നറിയാം? ഈ 8 രാജ്യങ്ങളെ ഒരുപോലെ ഒരേ ലെവലിലിട്ടു. ഡമസ്കസ് മുതൽ ഇസ്രായേൽ വരെ ഒരേ ലെവലിൽ. യു തിങ്ക് യു ആർ സ്പെഷ്യൽ, ബട്ട് യു ആർ ഓൾസോ ഗോയിങ് ടു ഗെറ്റ് ഇറ്റ് ഫ്രം ഗോഡ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത ചിന്ത. പിന്നെന്താ നമ്മുടെ പ്രത്യേകത? നമ്മുടെ ഇലക്ഷൻ, നമ്മളെ ചൂസ് ചെയ്തെന്നൊക്കെ പറയുന്നത് എന്തിയെ? സ്നേഹവാനായ ദൈവത്തിൻ്റെ കൂടെ നമ്മൾ നടക്കുമല്ലേ. നമുക്ക് അബ്രഹാമുണ്ട്, നമുക്ക് മോശയുണ്ട്, നമുക്ക് ശലോമോനുണ്ട്, നമുക്ക് രഹോബയാം ഉണ്ടായിരുന്നു, നമുക്കിപ്പോൾ ജെറോബയാമുണ്ട്, അമസ്യായും അസറിയായും. വി ആർ വാക്കിംഗ് വിത്ത് ഗോഡ്. സംതിങ് ഈസ് റോങ്. വാട്ട് ഈസ് ഗോഡ് ഡൂയിങ്? ആ സമയത്ത് 3-ാം അധ്യായം 1 മുതൽ നമ്മുടെ തീം ഇരിക്കുന്നത് prophet is giving reasons to Israel and Judah. God has all the right to punish you. ദൈവത്തിന് നിങ്ങളെ അടിക്കാൻ എല്ലാ റൈറ്റും ഉണ്ട്. എന്നെ കേൾക്കുന്നുണ്ടോ എല്ലാവരും? നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് ഒന്ന് മുങ്ങിപ്പൊങ്ങിയത് കൊണ്ട് എല്ലാം കഴിഞ്ഞു എന്നാണ്. ചിലപ്പോഴൊക്കെ സുവിശേഷം തന്നെ പറയുന്നത് ബാ എല്ലാം ശരിയാകും. You will have a friend in Jesus. You will have an all-powerful God in Jesus. Come, ജീവിതം എല്ലാം ശരിയാവും. Walk with him. ഇങ്ങനെ വാക്ക് ചെയ്ത യഹൂദയും ഇസ്രായേലും പറയുക, ഷോക്ക്. Is this why we started this journey? Otherwise we could have been like Edom, Moab. Why did we come and become covenant people in the first place? ശ്രദ്ധിക്കണം. അവിടെയാ 3-ന്റെ 1, 2 ശ്രദ്ധിക്കേണ്ടത്. ഇസ്രായേൽ മക്കളെ, എന്നെ ഈ കഴിഞ്ഞ ദിവസത്തിൽ വളരെ ചിന്തിപ്പിച്ച ഒരു വിളിയാണത്. ഇസ്രായേൽ മക്കളെ. ഇവര് രണ്ടായിട്ടിരിക്കുക. വടക്ക് 10, തെക്ക് 2. പക്ഷെ ദൈവത്തിൻ്റെ വിളി എന്താ വരുന്നത്? വടക്കുള്ളവരെ ശ്രദ്ധിച്ചാട്ടെ, തെക്കുള്ളവരെ എൻ്റെ ചെവി ഒന്ന് തരണേ. നോ, അവിടുന്ന് ഒറ്റ വിളിയാ. രണ്ടായിട്ടൊക്കെ ഇപ്പൊ ഇരിക്കുക. പക്ഷേ ഇൻ മൈ സൈറ്റ് ഇസ്രായേൽ മക്കളെ എന്ന് വിളി തൊഴുന്ന് പറയുക, നിങ്ങളെക്കുറിച്ചും ഞാൻ മിസ്രയീം ദേശത്ത് നിന്ന്. നോക്കണം, ഈ ഡിവിഷൻ ഇല്ല ദൈവത്തിൻ്റെ മൈൻഡിൽ. ഇപ്പം ദൈവം പറയുക, ഇസ്രായേൽ മക്കളെ, നിങ്ങളെ എല്ലാവരെയും കൂടെ മിസ്രയീം അടിമത്തത്തിൽ നിന്നും പുറപ്പെടുവിച്ച് കൊണ്ടുവന്നത് നിങ്ങൾ പ്രോസ്പെറസ് ആയിട്ട് ജീവിക്കാനല്ല, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയിൽ എല്ലാം മറക്കാനല്ല. There was a mission for which you were chosen and brought out from Egypt. നോക്കണം ആ ലാംഗ്വേജ് ഇൻ വേഴ്സ് 2. നോക്കണമേ, ഭൂമിയിലെ, നമുക്ക് ഒരുമിച്ച് വായിക്കാമോ ആ 2-ാം വാക്യം? ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ, അടുത്ത വാക്ക്, ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ മോവാബോ? നോ. അപ്പൊ ഏദോമോ? നോ. അപ്പൊ ഡമസ്കസോ? നോ. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ മാത്രം തെരഞ്ഞെടുത്തതാ. നിങ്ങളെ തെരഞ്ഞെടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2-ാം അധ്യായം 10-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്നും പുറപ്പെടുവിച്ചു, അമോര്യന്റെ ദേശത്തെ കൈവശമാക്കേണ്ടതിന് നിങ്ങളെ 40 സംവത്സരം മരുഭൂമിയിൽ കൂടി നടത്തി. നോക്കണം, നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങളെ നടത്തി. 9 ഉണ്ട്, അവൻ
ഞാനോ അമോര്യനെ അവരുടെ മുമ്പിൽ നിന്ന്, അടുത്ത വാക്കെന്താ, നശിപ്പിച്ചു. ദൈവം പറയുക, ഞാൻ അമോര്യരെ നശിപ്പിച്ചു, ഞാൻ നിങ്ങളെ പുറപ്പെടുവിച്ചു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നടന്നു. നിങ്ങളെ കൊണ്ടുവന്നത് മറ്റുള്ള രാജ്യങ്ങളെ പോലെ കപട ആത്മീകതയിൽ പിടിക്കപ്പെടാനല്ല, നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ തേജസ് ലോകം കാണാൻ വേണ്ടി ദൈവം പുറപ്പെടുവിച്ച് ദൈവം ശത്രുക്കളെ നശിപ്പിച്ചു കൊണ്ടുവന്നത്. ഇസ്രായേൽ, ജൂഡ, God's dream is not for you to become like any other nation. എൻ്റെ മുമ്പിലിരിക്കുന്ന വാത്സല്യ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്കും പറയാനുണ്ടല്ലോ, ശരിയാ, ഞങ്ങളുടെ കുടുംബം ശപിക്കപ്പെട്ടൊരു കുടുംബമായിരുന്നു, അവിടെ സുവിശേഷം വന്നതുകൊണ്ടാ ഞങ്ങളുടെ കുടുംബത്തിൽ വെളിച്ചം വന്നത് എന്ന് പറയാനുള്ള സാക്ഷ്യമില്ലേ? ഞങ്ങൾ അന്ധതമസിൽ കിടന്നവരാ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കൊണ്ടാ ഞങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് എന്ന് പറയാൻ സാക്ഷ്യമില്ലേ? എനിക്കും പറയാനുള്ളൊരു സാക്ഷ്യം, മറ്റുള്ളവരിൽ നിന്നും എന്നെ മാത്രമെന്നുള്ള വാക്ക്, ഞാൻ ചില സമയത്ത് ദൈവസന്നിധിയിൽ ഇരിക്കും, കർത്താവേ, ഈ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ എന്നെ ഏൽപ്പിക്കാൻ ഇത് വിദ്യാഭ്യാസത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ ഒരു മഹിമയുമല്ലല്ലോ. അങ്ങ് അമോര്യരെ തകർത്തതുപോലെ, അങ്ങ് പുറപ്പെടുവിച്ചതുപോലെ ഒരു മിഷന് വേണ്ടി എന്നെ തെരഞ്ഞെടുത്തതല്ലേ. ആ മിഷനിൽ നമ്മൾ നിലനിൽക്കുന്നില്ല എങ്കിൽ പിന്നെ വീട്ടുപേരും കൊണ്ട് കാര്യമില്ല, പിന്നെ ബഥേലെന്നും ഗിൽഗാൽ എന്നുമുള്ള ബോർഡ് കൊണ്ട് കാര്യമില്ല. തീ കൊണ്ടുവരുന്നവൻ, അമർത്തിക്കളയുന്നവൻ, മുഖപക്ഷം കൂടാതെ നമ്മളെയും സന്ദർശിക്കുന്ന ദൈവമാണ്. ഞാൻ അതാ പറഞ്ഞത്, ഈ ഷാരോൺ കോൺഫറൻസിന് ദൈവത്തിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്ന് പറയുന്നത് വാക്ക് വിത്ത് എ ഫ്രണ്ട് എന്നുള്ളതല്ല, വാക്ക് വിത്ത് സംബഡി whom you need to fear. He is a consuming fire. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടണം, ആഹ്ലാദിക്കണം, അപ്പോൾ തന്നെ വിറയ്ക്കണം. എൻ്റെ കൂടെ നടക്കുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല, എൻ്റെ കൂടെ നടക്കുന്നത് എൻ്റെ ഡോളറിൽ വീഴുന്ന ഒരാളല്ല, ഇത് സർവശക്തനായ ദൈവമാണ്. തൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കാത്ത ഈ ദൈവത്തെ പരിചയപ്പെട്ടിട്ടുണ്ടോ നമ്മൾ? ഈ ദൈവവുമായി അഭിമുഖം നമുക്കുണ്ടായിട്ടുണ്ടോ? നമ്മൾ ഈ ദൈവത്തിൻ്റെ കയ്യെ പിടിച്ചാണോ നടക്കുന്നത്? ഓരോ ദിവസവും ദൈവമേ, നിന്നെ വേദനിപ്പിക്കുന്നതൊന്നും എന്നിൽ നിന്നും വരരുതേ. ചിലര് പറയുന്നത്, എൻ്റെ പപ്പ ഒത്തിരി അധ്വാനിച്ചു, അതുകൊണ്ട് എനിക്ക് കുഴപ്പം വരത്തില്ല. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒത്തിരി ചെയ്തു, അതുകൊണ്ട് ഞാനിങ്ങനെ. ഇവിടെ അതൊന്നും പോകത്തില്ലെന്ന് മേളിലോട്ട്. ബഥേലും ഗിൽഗാലും അമസ്യായും അസറിയായും ഒക്കെ ഉള്ളിടത്തോട്ട് ദൈവം ആമോസ് എന്ന് പറഞ്ഞ സാധാരണക്കാരനെ വിട്ടുപറയുക. അവരോട് ചെന്ന് പറ, ഈ ബഥേൽ എന്ന ബോർഡ് കാണുമ്പോ ചായുന്നവരല്ല ഈ ദൈവം. ഗിൽഗാൽ എന്നുള്ള ബോർഡ് കാണുമ്പോ പണിഷ്മെന്റ് മാറ്റുന്നതല്ല ഈ ദൈവം. അതിന്റെ നടുവിലോട്ട് ഇറങ്ങി വന്ന് തൻ്റെ സീലും തൻ്റെ റാത്തും അവരെ റെസ്റ്റോർ ചെയ്യാൻ വേണ്ടി അയക്കുന്ന ദൈവമാണിത്. വാസ്തവത്തിലെ ഈ ഇസ്രായേലും ജൂഡായും ഒക്കെ എക്സ്പെക്ട് ചെയ്ത് എന്താന്ന് ചോദിച്ചാൽ, എൻ്റെ പോക്കറ്റിലിരിക്കുന്നൊരു ഗോഡ് ഞാൻ പറയുമ്പോൾ ഇറങ്ങി വരണം. എല്ലാ വെള്ളിയാഴ്ചയും 2 ദിവസം ഞാൻ 2 മണിക്കൂർ ഒന്ന് ഉപവസിക്കും, ഒന്ന് ഇറങ്ങി വരണേ ദൈവമേ. ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടൊക്കെ ഇരിക്കുമല്ലേ, ഞങ്ങൾ പറയുന്ന പോലൊക്കെ ചെയ്യണം, ഞങ്ങളുടെ കൂടെ വരണമേ. മറ്റെല്ലാവരെയും അടിച്ചോണം, ഞങ്ങളെ തൊടല്ലേ. അവിടെ ആമോസ് പറയുക, നോക്കണേ, ആമോസിൻ്റെ വാക്കുകൾക്ക് സഹിഷ്ണുത ഇല്ലെന്ന് പറഞ്ഞാൽ 2:9 ഞാനോ അമോര്യനെ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട്
നോക്കണം, അടുത്ത വാക്യങ്ങളിൽ 2:5 ഞാൻ വായിക്കട്ടെ. ഞാൻ യഹൂദയിൽ തീ അയക്കും, 2:13 കറ്റ കയറ്റിയ വണ്ടി അമർത്തുന്നത് പോലെ. 4:2 ഞാൻ ചിന്തിക്കുകയായിരുന്നു. 4:2 ഈ വിളിക്കപ്പെട്ടു, പുറപ്പെടുവിക്കപ്പെട്ടു എന്ന് പറയുന്നവരോട് പറയുക, ഞാൻ നിങ്ങളെ, അടുത്ത വാക്ക് കാണുന്നുണ്ടോ ആരെങ്കിലും? കൊളുത്തുകൊണ്ടും നിങ്ങളുടെ സന്തതിയെ ചൂണ്ടൽ കൊണ്ടും പിടിച്ച്. അയ്യോ, നോർത്ത് നോക്കിക്കേ, ചൂണ്ടലിൽ മീൻ വെട്ടുന്നത് പോലെ ദൈവം പറയുക, I have all the right to catch you because I have chosen you. നിങ്ങളെ തെരഞ്ഞെടുത്തത് അടി കിട്ടത്തില്ല എന്നുള്ള ഗ്യാരണ്ടി അല്ല, അടിക്കാൻ അവകാശമുണ്ടെന്ന് പറയുകയാണ്. മറ്റാർക്കും ഇല്ലാത്ത പ്രിവിലേജ് നമുക്ക് ലഭിച്ചെങ്കിൽ this privilege comes with a huge responsibility to please God in all walks of our life. എന്നിട്ട് പറയുകയാണ്, അവസാന 2 വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ, സമയം കഴിഞ്ഞു. 4:13 ഇത് നമ്മുടെ പോക്കറ്റിൽ വീഴുന്ന ഒരു ദൈവമാണോ? 6 രാജ്യങ്ങൾ കഴിഞ്ഞിട്ട് യഹൂദ നമ്മുടെ ആളല്ലേ, ഇസ്രായേൽ നമ്മുടെ മോനല്ലേ, ഇതാ ദൈവമാണോ എന്നൊന്ന് നോക്കിയേ. 4:13 എങ്ങനെ ഒരു ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മൾ കയറി പിടിച്ചേക്കുന്നതെന്നറിയാമോ? പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവൻ്റെ നിരൂപണം ഇന്നതെന്നറിയുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതകളിന്മേൽ നടകൊള്ളുകയും ചെയ്യുന്നൊരു ദൈവം. വായിക്കുന്ന മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കളെ? പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും എൻ്റെ ഉള്ളമറിയുകയും ഉന്നതങ്ങളിൽ നടക്കുകയും ചെയ്യുന്ന ഈ വലിയ ദൈവം, ഈ വിശുദ്ധനായ ദൈവത്തോട് ചേർന്ന് ഞാൻ നടക്കുന്നതെങ്കിൽ we got to be really careful. അവിടെ ചർച്ചിന്റെ പേരെഴുതി വെച്ചാൽ രക്ഷപ്പെടാനൊക്കത്തില്ല. അവിടെ പാസ്റ്ററുടെ മോനെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാനൊക്കത്തില്ല. ഇതൊരു ട്രൈബൽ ഗോഡല്ല, ഇതൊരു ഗ്രേറ്റ് ഗോഡാണ്. എൻ്റെ കയ്യിൽ നിൽക്കുന്ന, ഞാൻ പറയുന്നത് ചെയ്യുന്നൊരു ദൈവമല്ല ഇത്. പ്രഭാതത്തെ നോക്കി അന്ധകാരമാക്കുന്ന, പർവ്വതങ്ങളെ നിർമ്മിക്കുന്ന, സമുദ്രത്തെ കയ്യിൽ വഹിക്കുന്ന ഈ വലിയ ദൈവത്തിൻ്റെ കൂടെയുള്ള ജേർണി, ദാറ്റ്സ് എ ഡേഞ്ചറസ് ജേർണി. ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ആലോചന ആമോസ് പ്രവാചകന്റെ വാക്ക് പോലെ ഈ കോൺഫറൻസിൽ നിന്ന് നമ്മൾ കടന്നു പോകുമ്പോൾ 3:3 എപ്പോഴാ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഞങ്ങളെ മറ്റുള്ള രാജ്യങ്ങളുടെ കൂടി ഇട്ടു, നോട്ട് ഫെയർ എന്ന് പറയുമ്പോൾ 3:1-2 ഇറ്റ്സ് ഫെയർ ബിക്കോസ് യു ആർ ചോസൺ. ഗോഡ് ഹാസ് മോർ റൈറ്റ് ടു പണിഷ് യു. എന്നിട്ട് 3-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ 7 റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ഉത്തരം നോ നോ നോ. എന്താന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സോ ഒബ്വിയസ്, ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പോലെ. എടാ, ഈ ചൂണ്ടയില്ലാതെ മത്സ്യത്തെ കിട്ടുമോ? ഇര കാണാതെ സിംഹം ഗർജിക്കുമോ? 2 പേർ ഒക്കാതെ അവരൊരുമിച്ച് നടക്കാനൊക്കുമോ? ഉത്തരം എല്ലാത്തിൻ്റെയും ഇല്ല ഇല്ല, ഒത്താലേ നടക്കാനൊക്കത്തുള്ളൂ, ഇര കണ്ടാലേ സിംഹം ഗർജിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്ര മാത്രമാ. ദൈവം വലിച്ചു വാരി പണിഷ് ചെയ്യുന്ന ദൈവമല്ല. He knows what he is doing. When he is saying I will destroy, he knows why he is saying it. റാൻഡമായി പണിഷ് ചെയ്യുന്ന ഒരു ദൈവമല്ല ഇത്. ജസ്റ്റ് ആയിട്ട് ശിക്ഷിക്കുന്ന, തെറ്റുകൾക്ക് അവൻ നമ്മളെ കറക്റ്റ് ചെയ്യുന്ന വിശുദ്ധനായ ഒരു ദൈവം. ഇന്ന് പകൽ ആ വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോഴേ നമ്മൾ സാധാരണ നമുക്കിഷ്ടം, നമ്മൾ ഇന്നലെ രാത്രി പാടിയ പോലെ എനിക്കും ഇഷ്ടം അതൊക്കെ പാടാനാ. എല്ലാ നാമത്തിനും മേലായ നാമം,
ഭക്തജനം വാഴ്ത്തും നാമം, ഇതൊക്കെ പാടാനാ നമുക്കിഷ്ടം. പക്ഷേ ഈ നാമത്തിൽ ഭൂതങ്ങൾ പോകുകയും രോഗികൾ സൗഖ്യമാകുകയും മാത്രമല്ല, ഇതുപോലെ വിശുദ്ധമായ ഒരു നാമം ഈ ലോകത്തിലില്ല. ഇതിനെ ദൈവം നോക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ജൂഡായോടും ഇസ്രായേലിനോടും പറയുന്നേ, നിങ്ങൾ എൻ്റെ നാമത്തെ അപമാനിച്ചു. ഈ വിശുദ്ധമായ നാമത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ലോകത്തിലുള്ള മനുഷ്യരെ പോലെ കോംപ്രമൈസിങ് ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നത് കൊണ്ട് വിശുദ്ധനായ ദൈവം പറയുക, ഞാൻ ഒരു കൂട്ടിലിരിക്കുന്ന ബിംബയെ പോലൊരു ദൈവമല്ല. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച നിങ്ങളെ എൻ്റെ മഹത്വത്തിനായി തെരഞ്ഞെടുത്ത വിശുദ്ധനായ ദൈവമാണ് ഞാൻ. എൻ്റെ കയ്യാൽ പിടിച്ചാൽ നിങ്ങൾ നടക്കുന്നത് you be careful, agree with me and walk, share my burden, share my will, share my attitude and let's walk together. ഒരു കവനന്റിൽ പ്രവേശിച്ചവർ ദൈവത്തിന്റെ ഇഷ്ടമറിഞ്ഞ് ജീവിക്കണം. നമ്മുടെ കരങ്ങളെ അടിച്ച് ദൈവത്തിന് ഒരു മഹത്വം കൊടുക്കാവോ? ഈ വലിയവനായ ദൈവം ഈ വചനങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മളെ കേൾപ്പിക്കുന്നതിനായി ഒരു പ്രാവശ്യം കൂടെ കൈകളെ അടിച്ച് ദൈവത്തിനൊരു മഹത്വം. വിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരേറ്റുന്നു. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാമല്ലോ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആമേൻ. നമ്മുടെ കോൺഫറൻസിൻ്റെ തീം കർത്താവിൻ്റെ ദാസൻ നമ്മോട് ഷെയർ ചെയ്തു. നമ്മോട് കൂടെ നടക്കുന്ന ദൈവത്തെ ആമേൻ ഭയത്തോടെ, വചനം പറയുന്നു, ഭയത്തോടെ അവനെ സേവിപ്പീൻ, വിറയലോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ. ആമേൻ. ഭയത്തോടെ ദൈവത്തെ സേവിപ്പാൻ, വിറയലോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാൻ. ആമേൻ. വാക്ക് വിത്ത് എഗ്രിമെന്റ് വിത്ത് ഗാഡ്. ഹാലൽ വാക്ക് ഇൻ എഗ്രിമെന്റ് വിത്ത് ഗാഡ്. ദൈവത്തോട് ആമേൻ ചേർന്ന് നടപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദാസൻ പാസ്റ്റർ മാത്യു വർഗീസ് ഇവിടെ ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല പകലിൽ കർത്താവ് ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ ഞങ്ങളെ തിരഞ്ഞെടുത്തു, നീ ഞങ്ങളെ സ്നേഹിച്ചു, നീ ഞങ്ങളെ മക്കളെന്ന് വിളിച്ചു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അവകാശികളാക്കി വെച്ചതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അത് കർത്താവേ ടേക്ക് ഓഫ് ഗ്രാൻറ്റഡ് ആയി തീരാതെ വേണം. വളരെ ഭയത്തോടെ അങ്ങയോട് ചേർന്ന് നടപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളുടെ സ്നേഹിതനാണ്, അങ്ങ് ഞങ്ങളുടെ സഖിയാണ്. ആമേനെങ്കിലും അങ്ങേ ഭയപ്പെടുവാൻ അങ്ങയുടെ പക്കൽ വിമോചനമുണ്ടല്ലോ. ആമേൻ. അങ്ങ് ഞങ്ങളുടെ നല്ല അപ്പനായതുകൊണ്ട് ശിക്ഷിച്ച് അങ്ങയുടെ വഴിയിൽ ഞങ്ങളെ ചേർത്ത് നടത്തുന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് എങ്ങനെ വേണേലും പോകാം, എങ്ങനെ വേണേലും ചെയ്യാമെന്നുള്ള ആ മനോഭാവത്തെ മാറ്റി വെച്ചിട്ട് കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ തന്നെ ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ, ഞങ്ങളുടെ പ്രവൃത്തികളെ ഒന്ന് ശോധന ചെയ്യുവാൻ, ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ വിചാരങ്ങൾ ഞങ്ങളുടെ അപ്പനെ പ്രസാദിപ്പിക്കുന്നതായി തീരുവാൻ എൻ്റെ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഇത്രത്തോളം കർത്താവ് ജയം തന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം. കരങ്ങൾ ഉയർത്തി 3 ഹല്ലേലൂയ പറയാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.